ഇന്ന് വനിതാ ദിനമാണ്. അപ്പോൾ ലോകത്തുള്ള എല്ലാ വനിതകൾക്കും നമുക്ക് വനിതാ ദിനാശംസകൾ നേരാം. യഥാർത്ഥത്തിൽ വനിതാ ദിനം സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക ദിവസത്തിന്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും വനിതാ ദിനമായിട്ട് ആഘോഷിക്കപ്പെടണം. കാരണം ഇന്നത്തെ ദിവസം നമ്മൾ സ്ത്രീകളെ കൂടുതലായിട്ട് അന്വേഷിക്കുന്നു, ആശംസകൾ നേരുന്നു, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു, ഇല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്നത്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പൊരുതുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും കുട്ടി ആഘോഷിക്കുന്നത് ഈ ഒരു ദിവസത്തിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ദിവസത്തിന്റെ ആവശ്യമില്ല. എല്ലാ ദിവസവും അവരുടെ സംരക്ഷണവും അവരുടെ സുരക്ഷിതത്വവും അവരുടെ ഒരു സന്തോഷമൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം യഥാർത്ഥത്തിൽ, അല്ലേ? അങ്ങനെ ഇപ്പൊ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്തായിട്ടാണ് സുനിക്ക് തോന്നുന്നത്? നമ്മളിപ്പോ എല്ലാ ദിവസവും സ്ത്രീകളെ സംരക്ഷിക്കണം, അതെന്ന് പറയുന്നത് മാൻഡറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇപ്പോൾ പുരുഷന്മാർക്ക് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എല്ലാം ഓരോന്നിനും ഓരോ ദിവസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട്. അത് പ്രത്യേക ഒരു അന്ന് മാത്രം കുറച്ചും കൂടി കൂടുതലായിട്ട് അവർക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നതാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറിലും ഒരു സ്ത്രീകളുടെ ആ ഒരു കടന്നുവരവുണ്ട്. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തില് അങ്ങനെ ഒരു ദിവസമാണ് ഇന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അത് അവർക്ക് കുറച്ചും കൂടി സന്തോഷകരം നൽകുന്ന ഒരു കാര്യമായിരിക്കും. എന്നാൽ പോലും യഥാർത്ഥത്തില് ഈ ഒരു സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം നമ്മൾ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു സമയം കാലഘട്ടം കൂടിയാണിത്. യഥാർത്ഥത്തില് സ്ത്രീ ഇപ്പോഴും സുരക്ഷിതയല്ല നമ്മുടെ സമൂഹത്തില്. അപ്പോൾ ഈ സ്ത്രീ ശാക്തീകരണമാണോ സ്ത്രീ സുരക്ഷിതത്വമാണോ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്? സ്ത്രീ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതി പ്രശ്നങ്ങൾ കഴിയും. ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ അടിക്കടി പ്രശ്നങ്ങളാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ ഭയമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. രാത്രിയിലേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പാടാണ്. ഈ പുരുഷന്മാരൊക്കെ വിചാരിക്കും ഇപ്പോൾ രാത്രിയിലൊന്ന് സ്ത്രീകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതവർക്ക് കിട്ടിയ ഒരു അവസരമായിട്ടാണ് കാണുന്നത്. പക്ഷെ അതൊരു അവസരമല്ല, അതവർക്ക് അവരെ സംരക്ഷിക്കാനുള്ളൊരു അവസരമായിട്ട് കണ്ടാൽ അത്രയും പ്രശ്നങ്ങൾ കുറയും. പിന്നെ അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഈ ഒരു സുരക്ഷ ഇല്ലാത്തത് കൊണ്ടാണ്. ആ ഒരു ശാക്തീകരണത്തിന്റെ പേരിൽ അങ്ങനെ കുറച്ചൊരു സെക്ടർ വരുന്നത്, അങ്ങനെ കുറച്ച് പേര് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ അത് ചില സമയങ്ങളിലൊക്കെ ഫെമിനിസമാണ്, അല്ലെങ്കിൽ അത് കൂടുതലാണ്, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങളും അവിടെ മാറി വരുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ നമ്മളൊരു വനിതാ ദിനം ആഘോഷിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഇപ്പോൾ. പക്ഷെ നമ്മളുടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊന്നും എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ അവർക്ക് ജീവിക്കാൻ വകയില്ലാതെ, മക്കളെ നോക്കാൻ പറ്റാതെ, ഭർത്താവിന്റെ ക്രൂരമായ പീഡനം കാരണം റെയിൽവേ ട്രാക്കിൽ സ്വന്തം മക്കളുമായിട്ട് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ. അതിനു മുമ്പ് നമ്മുടെ അഫാന്റെ കേസ് എടുക്കാൻ സ്വന്തം ഉമ്മ, അതായത് അമ്മയെ പോലും കൊല്ലാൻ മടിക്കാത്ത മക്കൾ വളർന്നു വരുന്നൊരു സാഹചര്യമാണ്. അതായത് നമ്മളിപ്പോൾ സ്ഥാനമാനങ്ങൾ നൽകുന്നതോ സ്നേഹം നൽകുന്നവരോ ആയിട്ടുള്ള പല സ്ത്രീകൾക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാനോ അവർക്ക് സംരക്ഷണം നൽകാനോ നമ്മുടെ നിയമമോ നമ്മുടെ സർക്കാരോ ഇല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന ജനതകളോ ഒന്നും പരിശ്രമിക്കുന്നില്ല യഥാർത്ഥത്തിൽ. അപ്പം ഇന്നത്തെ ഈ ദിവസം നമ്മൾ വനിതാ ദിനം ആഘോഷിക്കുന്നതിന്റെ കാര്യം, അതായത് എന്ത് കണ്ടിട്ടാണ് നമ്മൾ ഇന്ന് ഈ വനിതാ ദിനം ആഘോഷിക്കേണ്ടത്? അതെ, നമ്മുടെ ചുറ്റും നിൽക്കുന്ന ന്യൂസുകളെല്ലാം അത്തരത്തിൽ പേടിപ്പിക്കുന്ന ന്യൂസുകളാണ്. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതും സ്ത്രീകളാണ് അതിന്റെ ഇരകളാകുന്നത്. അതായത് സ്വന്തം ഭർത്താവിൽ നിന്ന് നീതി ലഭിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ. സമൂഹത്തിൽ നിന്ന് നീതി ലഭിക്കാതെയുമായിരുന്നു ഷൈനി മരിച്ചിട്ടുണ്ടായിരുന്നത്. ഷൈനിക്കാണെങ്കിൽ നല്ലൊരു BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആൾക്ക് ഒരു ജോബ് ഇല്ലാത്തത് വളരെ വലിയ പ്രശ്നമായിരുന്നു. അതിൽ നമ്മളും ഒരു കാരണക്കാരാണ്. സമൂഹത്തിൽ ഒരുപാട് പേരുടെ മുന്നിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആ ഷൈനി എന്ന് പറയുന്ന സ്ത്രീ ഒരുപാട് വട്ടം വാതിലുകൾ മുട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കൂടി ആരും അത് കണ്ടെന്ന് നടിച്ചില്ല. ആ ഒരു മാനസിക പ്രശ്നമുണ്ടായിരുന്നു, അല്ലാതെ ശാരീരികപരമായിട്ട് മറ്റുള്ള ആക്രമണങ്ങളും അവർ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവസാനം മരണമെന്നൊരു വഴിയേ ഉള്ളൂ എന്ന് കരുതിയിട്ട് 2 പെൺമക്കളെയും കൂട്ടി ആത്മഹത്യക്ക് ഒരുങ്ങിയത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഇപ്പൊ ഈ അഫാന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫസാന എന്ന് പറയുന്നത് പെൺകുട്ടി അതിൻ്റെ അകത്തുണ്ട്, അതുപോലെ അവന്റെ അമ്മയുണ്ട്. ആ ഒരു പെൺകുട്ടികളെ എല്ലാവരും ഇതുപോലെ കുടുംബത്തിൽ നിന്നായാലും ആരിൽ നിന്നും ഒരു പ്രത്യേക പരിഗണന അവർക്ക് കിട്ടുന്നില്ല. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അഫാന്റെ കേസിൽ മുത്തശ്ശീനെയും അതുപോലെ തന്നെ അച്ഛന്റെ ചേട്ടന്റെ ഭാര്യനെയും അമ്മയും ഉൾപ്പെടെയുള്ള ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന 4 പെൺകുട്ടികളെയാണ് അവൻ കൊലപ്പെടുത്തിയത്. അപ്പം അവരോട് തിരിച്ച് ആക്രമിച്ചതാണ്. ഐ മീൻ, ഇപ്പൊ എന്നെ ഒരാൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാനുള്ള ശേഷി കൂടുതലായിട്ടുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് പ്രതികരണ ശേഷി ആണുങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ് എന്നുള്ള രീതിയിലുള്ള സംസാരം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു പ്രതികരണ ശേഷി കുറവായതുകൊണ്ട് മാത്രം ഈ സ്ത്രീകൾക്ക് മേലുള്ള ആക്രമണം, അതായത് ഈ മറ്റേ ഷൈനിയുടെ കേസാണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഭർത്താവിന്റെ ക്രൂരമായ പീഡനം സഹിക്കാൻ വയ്യാതെ പ്രതികരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ, പ്രതികരണം എന്ന് പറഞ്ഞാൽ വീട് വിട്ട് ഇറങ്ങിയതാണ്, എന്നിട്ടും പുറകെ നടന്ന് ആക്രമിക്കുന്ന രീതിയിലുള്ള ഈ പ്രതികരണ ശേഷി കുറയുന്നതാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. സ്ത്രീകളുടെ പ്രതികരണ ശേഷി കുറയുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാകുന്ന പല അക്രമങ്ങൾക്കും
പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീച പ്രവൃത്തികളും കാരണമാകുന്നത്. അപ്പം സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ഒരു പ്രതികരണശേഷി വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിനി എന്തൊക്കെ ചെയ്യാൻ പറ്റും? പക്ഷേ ഈ പ്രതികരണശേഷിയുടെ കാര്യത്തിൽ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന കാര്യമാണ്, സ്ത്രീകൾക്ക് ഈ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന മാത്രമല്ല മാനസികമായിട്ട് അവർ ഭയങ്കര വീക്കാണ് സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെ ആക്രമിക്കുന്നവർ ഒരുപാട് പേരാണ്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തളരും. ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ബാക്കിയുള്ളവർ കൂടുതലായിട്ട് അവരുടെ മേല് ഇങ്ങനെ ആധിപത്യം സ്ഥാപിക്കാൻ നോക്കുന്നതും അവർ പെട്ടെന്ന് തളർന്നു പോകുന്നതും. അപ്പോൾ അതൊക്കെ മാറ്റണമെങ്കിൽ നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ വരുന്നത്, സംസാരിക്കുന്നത്. അതൊക്കെ എപ്പോഴും നല്ലൊരു കാര്യമാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റിവെക്കുന്നത് തന്നെ നല്ലൊരു കാര്യമാണ്. അവർ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ വീട്ടിൽ ഇപ്പൊ അമ്മ ഒരു ദിവസം പണിയെടുത്തില്ലെങ്കിൽ ആ ഒരു വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാതെ പോകും നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും. അപ്പം വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മൾ വനിതാ ദിനം ആഘോഷിക്കാനുള്ളതല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ഇനി ശക്തരാവണം, അല്ലെങ്കിൽ സ്ത്രീകൾ നമ്മുടെ സമൂഹത്ത് കൂടുതൽ ശാക്തീകരിക്കപ്പെടണം, അല്ലെങ്കിൽ അവർ പ്രതികരിക്കേണ്ട, ഇച്ചിരി കൂടെ സമൂഹപരമായിട്ട് ഉയർന്നു വരേണ്ട ആളാവണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഓരോ വനിതാ ദിനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, പുരുഷന്മാർ ഒരിക്കലും ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു വസ്തുവായിട്ട് മാത്രം സ്ത്രീകളെ കാണാതിരിക്കുക, അതിനപ്പുറം നമ്മൾ തുല്യരാണെന്ന് മനസ്സിലാക്കുക, അവർക്കും ജീവിക്കാനും അതുപോലെ തന്നെ അവകാശം കൊടുക്കുകയല്ല, യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ള അവകാശം ആരും കൊടുക്കണ്ട. അങ്ങനെ ഒരു കാര്യം ആരും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തുല്യരാണെന്ന് മനസ്സിലാക്കി എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമുള്ള ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ വനിതാ ദിനം പോലും വേണ്ട ഒരു ആവശ്യം വരില്ല. ഇത് ഓർമ്മപ്പെടുത്താനുള്ള ഒരു ദിവസം മാത്രമായിട്ട് ഇപ്പോൾ വനിതാ ദിനം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഒരു സങ്കടത്തോടെ, വളരെയധികം സങ്കടത്തോടെ എല്ലാവർക്കും നമുക്ക് വനിതാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.